നമസ്കാരം. ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തി വന്നിരുന്ന രാപ്പകൽ സമരം ഏതായാലും അവർ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അവരുടെ ഓണറേറിയത്തിൽ 1000 രൂപയുടെ വർധന കൂടി സർക്കാർ ഇപ്പോൾ വരുത്തി. അതുപോലെ അവർ മുന്നോട്ട് വച്ചിരുന്ന പല ആവശ്യങ്ങളും അംഗീകരിച്ചു. ഈ ഒരു സന്ദർഭത്തിലാണ് അവർ രാപ്പകൽ സമരം പിൻവലിക്കുന്നത്. എന്നാൽ അവർ മുന്നോട്ട് വച്ചിരുന്ന എല്ലാ ആവശ്യങ്ങളും സർക്കാർ ഇനിയും അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ആശാമാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അവരെല്ലാവരും അവരുടെ നാടുകളിലേക്ക് മടങ്ങിപ്പോയി. അവിടെ ഈ സർക്കാരിനെതിരെ ശക്തമായ തോതിലുള്ള പ്രചരണം നടത്തും, പ്രതിഷേധം നടത്തും എന്ന് തന്നെയാണ്. അടുത്ത ഫെബ്രുവരിയിൽ അവർ എല്ലാവരും വീണ്ടും തിരുവനന്തപുരത്ത് ഒത്തുകൂടുന്നുമുണ്ട്. 265 ദിവസം നീണ്ടു നിന്ന സമരമാണ് ഇതോടെ അവസാനിച്ചിരിക്കുന്നത്. നമ്മളെല്ലാവരും കണ്ടതാണ് ആശാ വർക്കർമാരെന്ന ഒരു വലിയ വിഭാഗത്തെ ഈ സർക്കാർ എത്ര അവഗണനയോടുകൂടിയാണ് കണ്ടതെന്ന്. പുച്ഛിക്കുകയായിരുന്നു പല CPI നേതാക്കളും. നമ്മുടെ ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ അവരെ എത്രമാത്രം പുച്ഛിക്കുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ച പോലും അവർക്കെതിരെ നടന്ന പോലീസ് നടപടിയുടെ ദൃശ്യങ്ങൾ കണ്ട് നമ്മൾ ഞെട്ടിപ്പോയതാണ്. ഈ പാവപ്പെട്ട സഹോദരിമാരുടെ കൈവശമുണ്ടായിരുന്ന മൈക്ക് പോലും തട്ടിപ്പറിച്ചുകൊണ്ട് ഓടുന്ന പോലീസുകാരെ നമ്മൾ കണ്ടു. അതിന് പിറകെ നിന്ന് ഓടുന്ന ആ ആശാപ്രവർത്തകരൊക്കെ തന്നെ അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ദയനീയമായൊരു വശമാണ് നമ്മൾ കണ്ടിരുന്നത്. ജീവിതത്തിൽ വീടാന്തരം കയറി ഇറങ്ങി അവർ ചെയ്യുന്ന ഈ ജോലിക്ക് അർഹമായ യാതൊരു തരത്തിലുമുള്ള ആനുകൂല്യങ്ങളും നൽകാതെ നിരന്തരമായി അവരെ അപഹസിക്കുകയായിരുന്നു. മാത്രമല്ല, ഇത് സർക്കാരിനേറ്റ മറ്റൊരു തിരിച്ചടി കൂടിയാണ്. മുഖ്യമന്ത്രിയെ നേരത്തെ പറഞ്ഞിരുന്നത് ഇത് കേന്ദ്ര സർക്കാരാണ് ഇവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അനുവദിക്കേണ്ടത് എന്നാണ്. എന്നാൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് അടുത്ത സന്ദർഭത്തിൽ ആശാമാരെന്ന് പറയുന്നത് ഒരു വലിയ വിഭാഗമാണ് എന്നും ഇവരെ പിണക്കിയാൽ അപകടകരമാകും എന്നും ഉള്ള തിരിച്ചറിവിൽ നിന്നായിരിക്കാം ഇപ്പോൾ ഈ പറഞ്ഞ കുറേ ആനുകൂല്യങ്ങളെങ്കിലും നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിരിക്കുന്നത്. എന്ത് ചോദിച്ചാലും എല്ലാം കേന്ദ്രം കൊണ്ട് തരണമെന്ന് നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കുന്ന കേരള സർക്കാരിനെ സംബന്ധിച്ച് അങ്ങനെ അല്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു അവസരം കൂടിയായി ഈ ഒരു പ്രഖ്യാപനം മാറിയിരിക്കുകയാണ്. ഏതായാലും ആശാമാരെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ നാടുകളിലേക്ക് എത്തി. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ അടുത്തിരിക്കുകയാണ്. അവിടെ വാർഡുകൾ തോറും അല്ലെങ്കിൽ വീടാന്തരം കയറി ഇറങ്ങി അവർ തങ്ങൾക്ക് ഈ സർക്കാരിൽ നേരിടേണ്ടി വന്ന ഏറ്റവും മോശമായ പെരുമാറ്റം, ഏറ്റവും ക്രൂരമായ പെരുമാറ്റത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തും എന്ന് തന്നെയാണ് അവർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. തീർന്നില്ല. ഇപ്പോൾ ഈ സർക്കാർ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങളൊക്കെ തന്നെ ഇത്രയും നാൾ ഈ സമരത്തെ പുച്ഛിക്കുകയും എതിർക്കുകയും ചെയ്തുകൊണ്ടിരുന്ന CPI നേതാക്കന്മാർ ഇപ്പോൾ സ്വന്തം ക്രെഡിറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഇത് സംബന്ധിച്ച ഒരു ഓഡിയോ സന്ദേശം കഴിഞ്ഞ ദിവസം നമ്മുടെ മാധ്യമങ്ങളെല്ലാം തന്നെ പുറത്ത് വിട്ടിരുന്നു. ഒരു പ്രമുഖനായ CITUവിൻ്റെ നേതാവിൻ്റെ ശബ്ദമാണ്. എല്ലാവരും നമ്മുടെ മുഖ്യമന്ത്രിയുടെയും ആരോഗ്യമന്ത്രിയുടെയും ഫ്ലെക്സ് എല്ലായിടത്തും വയ്ക്കണം, ഇതിൻ്റെ ക്രെഡിറ്റ് നമുക്ക് കിട്ടണം എന്ന രീതിയിൽ ഈ ശരിക്കും പറഞ്ഞാൽ എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ ഒരു സ്വഭാവം തന്നെയാണ് ഇക്കാര്യത്തിൽ ഇടതുപക്ഷ യൂണിയനിൽ സ്വീകരിച്ചിരുന്നത്. സമരം നടത്തിയിരുന്ന കാലത്ത് ഇവരെ അങ്ങേയറ്റം അധിക്ഷേപിക്കുകയും ആളില്ലാ സംഘടനയാണെന്ന് പറയുകയും ഇവർ ഏതോ തീവ്രവാദ ബന്ധമുള്ളവരാണെന്ന് ആരോപിക്കുകയൊക്കെ ചെയ്ത് വളരെ മോശമായ രീതിയിൽ ആ സ്ത്രീകളെ സ്ത്രീ എന്നുള്ള പരിഗണന പോലും നൽകാതെ അവരങ്ങറ്റം അധിക്ഷേപകരമായ നിരവധി പരാമർശങ്ങൾ നടത്തിയ നേതാക്കന്മാരുടെ അശ്ലീല പരാമർശം നടത്തിയവരുണ്ട്. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ വെയിലും മഴയിലും എല്ലാം തന്നെ അവർ സമരം നടത്തുകയായിരുന്നു. എന്ത് വന്നാലും പിന്നോട്ടില്ല എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടു കൂടി തന്നെയാണ് അവർ സമരം നടത്തിയത്. അവർക്ക് നേതൃത്വം നൽകാൻ മിനിയൊക്കെ പോലെയുള്ള എത്രയോ നേതാക്കന്മാർ, ബിന്ദുവിനെയൊക്കെ പോലെ എത്രയോ നേതാക്കന്മാരുണ്ടായിരുന്നു. എത്രത്തോളം അവർക്ക് ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള അതിക്രമങ്ങൾ ഉണ്ടായിട്ട് പോലും പിടിച്ചു നിൽക്കാൻ അവർ എപ്പോഴും ധൈര്യം കാട്ടിയത് ഒരുപക്ഷെ സ്ത്രീ ശക്തി എന്താണ് എന്നുള്ളത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് കാട്ടിക്കൊടുക്കുന്നത് തന്നെയായിരുന്നു ഇവരുടെ സമര രീതികൾ. വളരെ സമാധാനപരമായി സമരം നടത്തിയിരുന്നവരുടെ പന്തൽ പൊളിക്കുന്നു. പെരുമഴയത്ത് ഇവരുടെ ടോർപോളിയും പന്തൽ പൊളിച്ച് ഇവരെ മഴയത്ത് നിർത്തിയ കാഴ്ച നമ്മൾ കണ്ട് അർദ്ധരാത്രിയിൽ. അതുപോലെ പലതവണ പോലീസ് നടപടി ഉണ്ടായി. ക്ലിഫ് ഹൗസിലേക്ക് അവർ നടത്തിയ സമരത്തിലെ പോലീസ് നടപടി നമ്മൾ കണ്ടതാണ്. എത്ര ക്രൂരമായിട്ടാണ് സ്ത്രീകളെ ഇവർ പോലീസ് കൈകാര്യം ചെയ്യുന്നത് എന്ന്. ഈ സംസ്ഥാനം ഭരിക്കുന്ന ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അവരുടെ പോഷക സംഘടനകളെയൊക്കെ തന്നെ അതിക്രമങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് സ്ത്രീകൾ നടത്തിയ പോരാട്ടം അത് നമ്മൾ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. സ്ത്രീകൾ സത്യത്തിൽ നമ്മുടെ നാട്ടിൽ എത്രത്തോളം ശക്തരാണ് എന്ന് ഇത് തെളിയിക്കുന്നുണ്ട്. CPM-നുണ്ട് ഒരു സ്ത്രീകളുടെ സംഘടന, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ. കമാന്നൊരു അക്ഷരം ഇത്രയും കാലം ഇതിനെക്കുറിച്ച് അവർ മിണ്ടിയിട്ടില്ല. എല്ലാ വിഷയങ്ങളിലും അവർ പ്രതികരിക്കാറുണ്ട്, പക്ഷേ അതിൽ സെലക്റ്റീവ് പ്രതികരണമാണ് അവർ നടത്താറുള്ളത്. സ്വന്തം പാർട്ടിക്കെതിരായി വരുന്ന ഒരു കാര്യങ്ങളിലും ഇടപെടാതെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ മാത്രം ഇടപെടുന്ന ഒരു പ്രസ്ഥാനമായി അവരും മാറിയിരുന്നു. ഏതായാലും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ പിണറായി ശരിക്കും വെള്ളം കുടിക്കാൻ തന്നെയാണ് സാധ്യത. കാരണം ഇത്രയും ആശാ വർക്കർമാർ ഇവർ വലിയൊരു സമൂഹമാണ്. ഇവരെ നാടുകളിലെത്തി അവർ ജനങ്ങൾക്കിടയിലേക്ക് ഈ സർക്കാർ നമ്മളോട് കാട്ടിയ ക്രൂരകൃത്യങ്ങൾ വിവരിക്കുമ്പോൾ അത് തീർച്ചയായും അടുത്ത തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനെ ഇടതുമുന്നണിക്ക് പ്രതികൂലമായി ബാധിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. അത് നഗരങ്ങളിലും ഗ്രാമങ്ങളിലുമൊക്കെ തന്നെ ആശാ വർക്കർമാരുടെ സേവനം നമുക്ക് ആവശ്യമുള്ളതാണ്. കോവിഡ് കാലത്തൊക്കെ നമ്മൾ കണ്ടതാണ്. മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അതിൽ പലരും ജോലി ചെയ്തത്. ആ ഒരു പരിഗണന പോലും കാണിക്കാതെ കോടികൾ മുടക്കി നമ്മുടെ നാട്ടിൽ ഈ സർക്കാർ എത്രയോ മേളകൾ, മഹാമാമാങ്കങ്ങളൊക്കെ തന്നെ നടത്തി. പക്ഷേ അപ്പോഴൊന്നും തന്നെ ഈ പാവം സ്ത്രീകളുടെ ദുഃഖം, വിഷമം ഇവരാരും കണ്ടതേയില്ല. പകരം അവരെ അടിച്ചമർത്താനുള്ള മാർഗ്ഗങ്ങളാണ് ഇവർ ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ സ്ത്രീ ശക്തിയുടെ വിജയമാണ്
ഈ ആശാ വർക്കർമാരുടെ സമരം എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. ഏതായാലും ആശാ സഹോദരിമാരുടെ സമരത്തിന് മുന്നിൽ ഈ സർക്കാർ മുട്ടുമടക്കി എന്ന് തന്നെ പറയേണ്ടി വരും. ഇത്രയും നാൾ കണ്ടില്ല എന്ന് നടിച്ച കാര്യങ്ങളൊക്കെ തന്നെ, അല്ലെങ്കിൽ കേട്ടില്ല എന്ന് ഭാവിച്ച കാര്യങ്ങളൊക്കെ തന്നെ അവർക്ക് നടപ്പിലാക്കേണ്ടി വന്നിരിക്കുന്നു. ഇനിയും ചില ആവശ്യങ്ങളുണ്ട്. അതും ഒരുപക്ഷെ നാളെ അംഗീകരിക്കാൻ ഇവർ നിർബന്ധിതരാകും. ഒരുപക്ഷെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം കൂടി പുറത്തു വരുമ്പോൾ ഇടതുമുന്നണി ശരിക്കും മനസ്സിലാക്കും ഈ ആശമാർ ആരായിരുന്നു എന്ന്. ഏതായാലും ഇതൊരു വലിയ വിജയം തന്നെയാണ്. കേരളത്തിലെ സ്ത്രീ ശക്തി എത്രത്തോളം അതിശക്തമാണ് എന്ന് ഈ സർക്കാരിനെ വിറപ്പിച്ചുകൊണ്ട് തന്നെ അവർ തെളിയിച്ചു എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ശരിക്കും ഇടതുമുന്നണി വെള്ളം കുടിക്കാൻ പോകുന്നത് ഇവരെ കൊണ്ട് തന്നെയായിരിക്കും.